നമസ്കാരം. CPM-ൽ നേതൃമാറ്റം വേണമെന്ന കീഴ്ഘടകങ്ങളുടെ ആവശ്യം വെട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നും നേതൃമാറ്റ ആവശ്യം വെട്ടിമാറ്റുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എതിരായ വിമർശനങ്ങളും ഒഴിവാക്കി. വ്യക്തിപരവും നയപരവുമായ വീഴ്ചകൾ മയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നിലവിലെ റിപ്പോർട്ടുമായി കീഴ്ഘടകങ്ങളിലേക്ക് ചെല്ലാനാകില്ലെന്നും തിരുത്തു വേണമെന്നും സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. തുടർന്ന് ആവശ്യമായ തിരുത്തു വരുത്താമെന്ന് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂരിൽ ഇന്ന് രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് ചാലക്കുടിയിൽ പിടിയിൽ. മാള പുത്തഞ്ചിറ സ്വദേശിയായ 21-കാരനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിന് ജന്മനാടായ കുഴൂരിൽ പൗരസ്വീകരണം നൽകി. കുഴൂർ ഗ്രാമപഞ്ചായത്തും പൗരസമിതിയും ജന്മനാടും സംയുക്തമായി നൽകിയ സ്വീകരണ സമ്മേളനം രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ജെബി മേത്തർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ ഇന്ന് രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഫയർഫോഴ്സും മറ്റ് രക്ഷാപ്രവർത്തകരും ചേർന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇന്ന് രാവിലെ 9:30-യോടെയാണ് തൃശൂരിൽ മിന്നൽ ചുഴലി വീശിയത്. വില്ലടം, വിൽവട്ടം, ചേറൂർ, പൂച്ചട്ടി മേഖലകളിലാണ് ശക്തമായ കാറ്റ് വ്യാപക നാശനഷ്ടം വിതച്ചത്. ചേറൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. വില്ലടം മിൽമയ്ക്ക് മുന്നിലും വലിയ മരം വീണ് പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ഭാഗങ്ങളിലായി റോഡുകളിലേക്ക് മരങ്ങൾ വീണതോടെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പൂച്ചട്ടിയിലെ ഭവൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്കും മരം വീണു. ശക്തമായ കാറ്റിൽ നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വ്യാപക നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നഷ്ടങ്ങളുടെ കണക്ക് അധികൃതർ ശേഖരിച്ചു വരികയാണ്. മീഡിയ ടൈം, തൃശൂർ. പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂരിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ നാട്ടുകാർ സ്വന്തം ചെലവിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചതിനെ തുടർന്ന് അവ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു മാസം മുൻപ് കാറ്റിൽ വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ് 3 ക്യാമറകളും അനുബന്ധ ഉപകരണങ്ങളും തകർന്നതോടെ പ്രദേശത്തെ നിരീക്ഷണ സംവിധാനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പറപ്പൂക്കര പഞ്ചായത്തിലെ 10-ാം വാർഡിലുള്ള കൊളത്തൂർച്ചാൽ ബണ്ട് റോഡിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ 5 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തള്ളുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ സാന്നിധ്യം വർദ്ധിച്ചതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ്, പഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിനായി നാട്ടുകാർ ചേർന്ന് ഏകദേശം 1.5 ലക്ഷം രൂപ സമാഹരിച്ച് ചെലവഴിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസമുണ്ടായ ശക്തമായ കാറ്റിൽ വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണതോടെ 3 ക്യാമറകളും കേബിളുകളും മറ്റനുബന്ധ ഉപകരണങ്ങളും തകർന്നു. ഇതോടെ മുഴുവൻ നിരീക്ഷണ സംവിധാനവും പ്രവർത്തനരഹിതമായി. നിരീക്ഷണം നിലച്ചതോടെ പ്രദേശത്ത് വീണ്ടും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അടിയന്തരമായി ഇടപെട്ട് ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്ന് കൊളത്തൂർച്ചാൽ ബണ്ട് ജനകീയ സമിതി ഭാരവാഹികളായ ഗോപകിഷോറും വടുതല നാരായണനും ആവശ്യപ്പെട്ടു. നാട്ടുകാരെല്ലാവരും കൂടി ഒരു പൊതുയോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതിൽ മെയിനായിട്ട് എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ ഇവിടെ 5 ക്യാമറകൾ സ്ഥാപിച്ചു. ഈ സ്ഥാപിച്ച ക്യാമറകൾ കുറച്ച് കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റിയിൽ ഒരു വലിയ മരം അതിൻ്റെ മുകളിലേക്ക് വീഴുകയും ഇതെല്ലാം കൂടെ തകർന്ന് വീഴുകയും ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇനി വീണ്ടും നമുക്ക് നാട്ടിൽ നടന്ന് പൈസ പിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഹെൽപ്പ് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊടകര. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് ചാലക്കുടിയിൽ പിടിയിൽ. മാള പുത്തഞ്ചിറ സ്വദേശിയായ 21-കാരനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് കേസിനൊപ്പം ബാലനീതി നിയമപ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്.
സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് കഞ്ചാവ് വിൽപ്പന നടത്താൻ ശ്രമിച്ച യുവാവാണ് ചാലക്കുടി പോലീസിന്റെ പിടിയിലായത്. മാള പുത്തഞ്ചിറ സ്വദേശി കളപ്പുരയ്ക്കൽ അഭിനന്ദ് കൃഷ്ണയാണ് അറസ്റ്റിലായത്. ജൂൺ 6-ന് രാത്രി ചാലക്കുടി ആശുപത്രിക്ക് സമീപത്തെ ഒരു ലോഡ്ജ് മുറിയിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരവും കുട്ടികളെ ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI വിശാഖ് MKയുടെ നേതൃത്വത്തിൽ SCPO ജിജോ PR, CPOമാരായ അമൽ മോഹൻ, ശ്രീജിത്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണം നടത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയെക്കുറിച്ചും പ്രതിക്ക് പിന്നിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നും സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. വള്ളിവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് സമീപം റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരം പൊളിച്ച് പണം കവർന്ന നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു. വള്ളിവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ സമീപത്തെ റോഡിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരമാണ് സാമൂഹ്യ വിരുദ്ധർ പൊളിച്ച് പണം കവർന്നത്. ഞായറാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ശാന്തിക്കാരനാണ് ഭണ്ഡാരം പൊളിച്ചിട്ട നിലയിൽ ആദ്യം കണ്ടത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന പണത്തിന്റെ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. മോഷണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തുന്നതിനായി സമീപ പ്രദേശങ്ങളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിന് ജന്മനാടായ കുഴൂരിൽ പൗരസ്വീകരണം നൽകി. കുഴൂർ ഗ്രാമപഞ്ചായത്തും പൗരസമിതിയും ജന്മനാടും സംയുക്തമായി നൽകിയ സ്വീകരണ സമ്മേളനം രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജെബി മേത്തർ ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ അഭിമാനമായ കേരളത്തിലെ അമ്മമാരുടെ ഇപ്പോൾ ഒരു മകനായ സഹോദരനായ പ്രിയപ്പെട്ട യുവജന കായിക വകുപ്പ് മന്ത്രിയായി ഈ സ്വന്തം ജന്മനാടിന്റെ ഹൃദയത്തുടിപ്പായ പെരുമഴക്കാലമാണ്. പക്ഷെ എന്നിട്ട് പോലും ഇവിടെ തടിച്ചുള്ള ഒരു ആവേശത്തിന്റെ പ്രതിഫലനം തന്നെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, VK വിഭീഷ്, ആൻസി വർഗീസ്, നിത കൃഷ്ണ, PK സുധീർ, മുഹമ്മദ് ഫൗസി, ബിജി വിൽസൺ, ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ, KP ആൻഡോ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രജനി എന്നിവർ സംസാരിച്ചു. ജയിച്ചതിന് ശേഷം നമ്മുടെ മണ്ഡലത്തിലെല്ലാവരും പോയി നന്ദി പറയുന്നതിന് നടത്തി കഴിഞ്ഞ മുമ്പാണ് മറ്റൊരു ഉത്തരവാദിത്വം വന്നത്. ചാലക്കുടിയിൽ ഒരു കൊച്ചു താരം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. പേര് മെസ്സി. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം ലയണൽ മെസ്സിയോടുള്ള ആരാധന മൂത്ത് സ്വന്തം മകന് പേര് നൽകിയ അച്ഛന്റെ കഥയും ഫുട്ബോളിനെ സ്നേഹിച്ച് വളരുന്ന ആ 3.5 വയസ്സുകാരന്റെ വിശേഷങ്ങളുമാണ് ഇപ്പോൾ നാട്ടുകാർക്കിടയിലെ ചർച്ച. ചാലക്കുടിക്കാരനായ മെസ്സിക്കിപ്പോൾ 3.5 വയസ്സ്. ലോകകപ്പിന്റെ ഫുട്ബോൾ ആവേശം വീണ്ടും ഉയരുമ്പോൾ ചാലക്കുടിയിലെ കുഞ്ഞു മെസ്സിയും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. പന്ത് തട്ടിക്കളിച്ചും ലയണൽ മെസ്സിയുടെ ചേഷ്ടകൾ അനുകരിച്ചും ഈ കൊച്ചുമിടുക്കൻ ഇതിനകം നാട്ടുകാരുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു. 2022-ൽ ഖത്തറിൽ നടന്ന FIFA ലോകകപ്പ് മത്സരകാലത്താണ് കുഞ്ഞിന് മെസ്സി എന്ന പേര് ലഭിച്ചത്. വെസ്റ്റ് ചാലക്കുടി കല്ലുപറമ്പിൽ ഷനീറും ഭാര്യ ഫാത്തിമയും തങ്ങളുടെ മകന് അർജന്റീന നായകൻ ലയണൽ മെസ്സിയുടെ പേരാണ് നൽകിയത്. മെസ്സിയോടുള്ള കടുത്ത ആരാധനയാണ് അതിന് പിന്നിൽ. ഫാത്തിമ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആൺകുട്ടിയാണെങ്കിൽ മെസ്സി എന്ന് പേരിടണമെന്ന് ഷനീർ തീരുമാനിച്ചിരുന്നു. അർജന്റീന ആരാധിക കൂടിയായ ഫാത്തിമയും ആ തീരുമാനത്തിന് പിന്തുണ നൽകി. 2022 നവംബർ 22-ന് സൗദി അറേബ്യക്കെതിരായ അർജന്റീനയുടെ ആദ്യ ലോകകപ്പ് മത്സരം നടന്ന ദിവസമാണ് പേരിടൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബിഗ് സ്ക്രീനിൽ മത്സരം പ്രദർശിപ്പിക്കുന്നതിനിടെയായിരുന്നു ചടങ്ങ്. നഗരസഭയുടെ നേതൃത്വത്തിൽ പേരിടൽ ആഘോഷമാക്കുകയും ചെയ്തു. മെസ്സിയുടെ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞാണ് കുഞ്ഞിനെ ചടങ്ങിലേക്ക് കൊണ്ടുവന്നത്. മത്സരത്തിനിടെ ലയണൽ മെസ്സി ഗോൾ നേടിയതിനു ശേഷമുള്ള ഇടവേളയിൽ അർജന്റീന ജേഴ്സിയുടെ നിറത്തിലുള്ള കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമാണ് പേരിടൽ ചടങ്ങ് നടത്തിയത്. മകന് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം നല്ലൊരു ഫുട്ബോൾ താരമാക്കി വളർത്തണമെന്നാണ് ഷനീറിന്റെ സ്വപ്നം.
അംഗനവാടി വിദ്യാർത്ഥിയായ കുഞ്ഞു മെസ്സി ഇതിനോടകം അച്ഛന്റെ പരിശീലനത്തിൽ ഫുട്ബോളിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ലോകകപ്പ് മത്സരങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ ഇത്തവണ അച്ഛനൊപ്പം കളിമൈതാനത്തിന്റെ ആവേശം ആസ്വദിക്കാൻ കുഞ്ഞു മെസ്സിയും ഉണ്ടാകും. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദേവാരണ്യം പദ്ധതിയുടെ ഭാഗമായി കരനെൽ കൃഷിയുടെ ഞാറുനടിയിൽ നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രാചാരങ്ങൾക്കാവശ്യമായ നെല്ലും അരിയും സ്വന്തം മണ്ണിൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. ചടങ്ങ് യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ അമ്മയുടെ പുത്തരി നിവേദ്യത്തിനും സമീപ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കൽ ചടങ്ങുകൾക്കുമായി ആവശ്യമായ നെല്ലും അരിയും ഇനി സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ. കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ദേവാരണ്യം പദ്ധതിയുടെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കരനെൽ കൃഷിയുടെ ഞാറുനടിയിൽ സംഘടിപ്പിച്ചത്. ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് കുളത്തിനോട് ചേർന്നുള്ള 15 സെന്റ് കരഭൂമിയിലാണ് മട്ടത്രിവേണി ഇനത്തിൽപ്പെട്ട നെൽവിത്തിന്റെ ഞാറ് നട്ടത്. ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ക്ഷേത്രത്തിലെ വിശേഷാചാരങ്ങൾക്കും നിവേദ്യങ്ങൾക്കും ഉപയോഗിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഞാറുനടിയിൽ ചടങ്ങ് യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. രവീന്ദ്രൻ അധ്യക്ഷനായി. ബോർഡ് മെമ്പർ കെ. സുരേഷ് ബാബു, സെക്രട്ടറി പി. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, അസിസ്റ്റന്റ് കമ്മീഷണർ എ. പി. സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് അസമിലെ ഗുവാഹത്തിയിൽ നടന്ന 19ാമത് GFI ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ക്ഷേത്രം കീഴ്ശാന്തി ജയകൃഷ്ണനെ മന്ത്രി ഒ.ജെ. ജനീഷ് പൊന്നാടണിയിച്ച് ആദരിക്കുകയും ചെയ്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള പള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മരണ തിരുനാൾ ആഘോഷവും ഊട്ടുനേർച്ചയും നടന്നു. പ്രസിദ്ധേന്തി വാഴ്ച, ദിവ്യബലി, വചനപ്രഘോഷണം, ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ഫാദർ നെൽസൺ ജോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ കുരിശിങ്കൽ, ഫാദർ ടോം ടൈറ്റസ്, ഫാദർ വിക്ടർ, ഫാദർ ഷൈജൻ പനക്കൽ, ഫാദർ ഗിൽബർട്ട് തച്ചേരി, ഫാദർ ജോൺ പോൾ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ഇന്ന് രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് ചാലക്കുടിയിൽ പിടിയിൽ. മാള പുത്തഞ്ചിറ സ്വദേശിയായ 21-കാരനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷിന് ജന്മനാടായ കുഴൂരിൽ പൗരസ്വീകരണം നൽകി. കുഴൂർ ഗ്രാമപഞ്ചായത്തും പൗരസമിതിയും ജന്മനാടും സംയുക്തമായി നൽകിയ സ്വീകരണ സമ്മേളനം രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ജെബി മേത്തർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.